മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇത് ചെറിയൊരു വാട്സപ്പ് മെസ്സേജാണ്. ദേശാഭിമാനിയുടെ എഡിറ്റർ PM മനോജിനെ കുറിച്ചുള്ള ഒരു വാർത്ത. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വരാം. പണ്ട് സുകുമാർ അഴീക്കോട് സുനാമി വന്നപ്പോഴത്തേക്കും 1 ലക്ഷം രൂപ ഗവൺമെന്റിന് സുനാമി എഫക്റ്റ് ചെയ്ത വ്യക്തികൾക്ക് സഹായത്തിനായിട്ട് കൊടുക്കേണ്ടായി. മാതാ അമൃതാനന്ദമയി 10 കോടിയോ മറ്റോ കൊടുക്കേണ്ടായി. അമൃതാനന്ദമയിയുടെ വാർത്തയും പത്രമാധ്യമങ്ങളിൽ വന്നു. സുകുമാർ അഴീക്കോട് കൊടുത്തത് മിക്കവാറും വന്നില്ല, ചെറിയൊരു വാർത്തയായിട്ടാണ് വന്നത്. അതിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്നു. ഇതിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞത് ആൾദൈവമായ അമൃതാനന്ദമയി കൊടുത്തത് വിദേശത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട്, നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ട്, അത് സുനാമിക്ക് കൊടുത്തത് വാർത്തയാക്കാൻ സാധിച്ചു. ഞാൻ വിയർത്തുണ്ടാക്കിയ എൻ്റെ പെൻഷൻ അത് കൊടുത്തത് ആരും വാർത്തയായിട്ട് കൊടുത്തില്ല. അമൃതാനന്ദമയി എന്താ ചെയ്യുന്നത്? ജനങ്ങളെ കെട്ടിപ്പിടിക്കാൻ. ഒരു സ്ത്രീ ഒരു കാരണവശാലും ഒരു പുരുഷനെ കെട്ടിപ്പിടിക്കാൻ പാടില്ല. അത് നമ്മുടെ പൈതൃകത്തിന് പോലും എതിരാണ്. ഇങ്ങനെ കുറെ അദ്ദേഹം പറഞ്ഞു. ഞാനതിന് അന്ന് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനല്ല, ജനറലി എൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം മറുപടി കൊടുത്തിരുന്നു. ശരിക്ക് അതാത് കാലത്ത് മര്യാദയ്ക്ക് കെട്ടിച്ചയച്ചിരുന്നു എങ്കിൽ, പ്രേമിച്ച പെണ്ണിനെ കെട്ടിയിരുന്നു എങ്കിൽ ഈ അമൃതാനന്ദമയി ചെയ്യുന്ന കെട്ടിപ്പിടിക്കൽ മാത്രം ശ്രദ്ധിക്കുമായിരുന്നില്ല. അവനവനെ കെട്ടിപ്പിടിക്കുന്ന വയസ്സ് വരെയും ഒരു സ്ത്രീ കാത്തോണ്ടിരുന്നു ഇയാളെ കെട്ടാൻ വേണ്ടിയിട്ട്. വേണ്ട കാര്യങ്ങൾ അപ്പപ്പ ചെയ്തിരുന്നെങ്കിൽ ഈ തെറ്റായിട്ടുള്ളത് അന്വേഷിച്ച് ഒരു മനുഷ്യൻ പോവില്ല. അമൃതാനന്ദമയി കൊടുത്തത് ഭർത്തായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി അവർ ചെയ്തു. മുസ്ലിങ്ങൾ കുറേയധികം കളക്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ കളക്ട് ചെയ്തു. ഒരു അക്കൗണ്ടും ഇല്ലാതെ അതെല്ലാം പോയി. ഈ സുനാമിയുടെ പേരിൽ ഒരു പൈസ പോലും കണക്ട് ചെയ്യാതെ അമൃതാനന്ദമയി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ജനങ്ങൾക്ക്. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട് 1 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. അതിൽ നെഗറ്റീവ് പറഞ്ഞത് പത്രത്തിൽ വരികയും ചെയ്തു. അന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നു, ഇവരൊക്കെ ഈ അമൃതാനന്ദമയിയെ ബാക്കിയുള്ളവരൊക്കെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അന്ത്യത്തിൽ അവിടെ തന്നെ ചെന്ന് കിടന്ന് അവസാന ശ്വാസത്തിന് മുമ്പുള്ളതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴേ ഇവരൊക്കെ ഈ അമൃതാനന്ദമയ്യെ സായിബാബയൊക്കെ കുറ്റം പറഞ്ഞതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ കാണിച്ചതനുസരിച്ച് ജസ്റ്റ് ആ വരി ഒന്ന് വായിക്കുന്നു. അയച്ചു തന്നു. നമ്മളെ വളരെ ഇതായിട്ടുള്ള ഭംഗിയായിട്ട് അതിൻ്റെ സൈറ്റോട് കൂടിയാണ് അയച്ചത്. ദേശാഭിമാനി, ഇതിൽ എഴുതിയിരിക്കുന്നത് ദേശാഭിമാനി എന്നാണ്. എഡിറ്റർ PM മനോജ്, മാതാ അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ മനുഷ്യ ദൈവം എന്ന അവഹേളന ഭാഷയിൽ കുഴലൂത്ത് നടത്തിയവർ അവസാനം എത്തുന്നത് സ്വന്തം സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാർ ആശുപത്രി അല്ലാതെ മനുഷ്യ ദൈവങ്ങളുടെ ആശുപത്രിയിലാണ്. ഈ വ്യക്തിയുടെ ആദർശവും, അതായത് PM മനോജ് എന്ന ദേശാഭിമാനിയിലെ എഡിറ്ററുടെ ഈ വ്യക്തിയുടെ ആദർശവും പ്രസംഗവും എഴുത്തും എത്രത്തോളം എന്ന് ജനം വിലയിരുത്തട്ടെ. ഏതായാലും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് മുഷ്ടി ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ടുണ്ട്. ഒരു കമന്റ് വളരെ നന്നായിട്ടുണ്ട്. അറിയണം നമ്മളെല്ലാം, ചാവാൻ കാലത്ത് അമൃതാനന്ദമയുടെ അടുത്തും സായിബാബയുടെ അടുത്തും ഹിന്ദു അമ്പലങ്ങളിൽ പോയിട്ട് ശരിക്ക് ആരാധ്യനായ ഗോവിന്ദപിള്ളയെ പോലെ വയസ്സായിട്ട് മരിക്കാറാവുമ്പോഴത്തേക്കും ചെന്നു പഴവങ്ങാടി ഗണപതി കോവിൽ ദീപാരാധന തൊഴാനായിട്ട്. മരിക്കാറാവുമ്പോൾ B വെല്ലിംഗ്ടണും ചെന്നു സായിബാബയുടെ അടുത്തേക്ക്. P ഗോവിന്ദപിള്ളയും സായിബാബയുടെ അടുത്തേക്ക് പുട്ടപർത്തിയിൽ പോയിട്ട് അവിടെ പറഞ്ഞു, ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം ഉള്ളതെന്ന്. എല്ലാവരും KR ഗൗരിയമ്മയും മരിക്കാറാവുമ്പോൾ, ചാവാറാവുമ്പോൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തത് കൊണ്ട് അത് ഉപയോഗിക്കണില്ല. മരിക്കാറാവുമ്പോഴും രോഗം വരുമ്പോഴും കെട്ടി എഴുന്നള്ളിക്കുന്നത് അമ്മയുടെ ആശുപത്രി തന്നെയാണ്. വേറെ എത്രയോ ആശുപത്രി ഉണ്ടല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റർ അല്ലേ? തലശ്ശേരിയിലെ കോപ്പറേറ്റീവ് ആശുപത്രി പോയിരുന്നില്ലേ? കണ്ണൂർ കോപ്പറേറ്റീവ് ആശുപത്രി ഉണ്ടല്ലോ. ഇഷ്ടംമാതിരി ആശുപത്രിയും ധാരാളം അധികം സൗകര്യങ്ങളുമുള്ള ഒരു വലിയ പാർട്ടിയല്ലേ? അവരുടെ ആശുപത്രിയിൽ എന്തേ പോയില്ല? അമൃതാനന്ദമയുടെ അവിടേക്ക് തന്നെ വരാനുള്ള കാരണം എന്താ? മരിക്കുന്നവരെ അവസാന ശ്വാസത്തിന് തൊട്ടു മുമ്പ് വരെ ഈ രാഷ്ട്രത്തെയും ഈ ധർമ്മത്തെയും അമൃതാനന്ദമയെ ആൾദൈവം എന്ന് പറഞ്ഞ് അവഹേളിച്ചും പുച്ഛിച്ചും അപകീർത്തിപ്പെടുത്തിയും എല്ലാം ജീവിച്ച് മരിക്കാറാവുമ്പോൾ, ചാവാറാവുമ്പോഴത്തേക്കും, അവസാനത്തെ ശ്വാസം വലിക്കാറാവുമ്പോഴത്തേക്കും കെട്ടിയെടുക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്തെല്ലാം തിന്മ ചെയ്താലും, അമൃതാനന്ദമയ്യോ രാഷ്ട്രത്തിനോ ധർമ്മത്തിനോ എതിരെ എന്തെല്ലാം തിന്മ ചെയ്താലും ഒരു കാര്യം ഉറപ്പാണ്,
ഹിന്ദുക്കൾ പകരം വീട്ടില്ല. മറ്റു മതക്കാരത് ചെയ്യോ ഇല്ലയോ എന്ന് തന്നെ ചിന്തിക്കാം. ഹിന്ദുക്കൾ പകരം വീട്ടില്ല. നിങ്ങളെ സർവ്വവിധത്തിലുള്ള ധന്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ട് അസുഖം ഭേദമാവാൻ തലവിധി ഉള്ള വിധത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ അസുഖം ഭേദമായിട്ട് നിങ്ങൾ ഇറങ്ങി വരും. അപ്പോഴും ഇൻകുലാബ് വിളിച്ച് നിങ്ങൾ ഇറങ്ങാവും. അവര് ഓം നമഃശിവായ പറഞ്ഞിട്ടേ നിങ്ങൾ ഇറക്കി വിടുള്ളൂ. തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചിട്ടേ വിടുള്ളൂ. ആ അനുഗ്രഹം ഏൽക്കണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്നായിരിക്കണം. ഓർമ്മിക്കുക, ആരെയൊക്കെ അവഹേളിച്ചോ അവിടെ കാല് പിടിക്കേണ്ടി വരുന്ന ഗതികേട് നിങ്ങളുടെ അനുയായികളായ DYFIക്കാർക്കും SFIക്കാർക്കും ഉണ്ടാവും. പ്രിൻസിപ്പാളിന്റെ ശവക്കുഴി തോണ്ടിയ ഒരു തലമുറ വളരുന്നുണ്ട്. പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച ഒരു തലമുറ വളരുന്നുണ്ട്. ഇതുങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഇതേപോലെ അമൃതാനന്ദമയുടെ ആശുപത്രിയിൽ ചെന്നിട്ട് കിടന്ന് ഞാൻ പൈസ കൊടുത്തിട്ടല്ലേ ചികിത്സിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പൈസ കൊടുത്ത് ചികിത്സിക്കുന്ന വേറെ എത്രയോ ആശുപത്രികളുണ്ടല്ലോ, അവിടെ പോവായിരുന്നില്ലേ? എന്തിനാ ഇവിടേക്ക് തന്നെ അവഹേളിച്ചവരുടെ ബോർഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് എന്നുകൂടി ചോദിക്കാൻ വേറൊരു തലമുറ കൂടി വളരുന്നുണ്ട്. അതിലൊരാളാണ് ഗോപാലകൃഷ്ണൻ. പ്രണാമം, നമസ്കാരം.